അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ അഹ്ഖാഫിലെ 4-ാമത്തെ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹി അറൂനി മാദാ ഖലഖൂ മിനൽ അർദി അം ലഹും ശിർകുൻ ഫിസ് സമാവാത് ഈതൂനി ബികിതാബിൻ മിൻ ഖബ്ലി ഹാദാ ഔ അസാറത്തിൻ മിൻ ഇൽമിൻ ഇൻ കുൻതും സാദിഖീൻ. 4-ാമത്തെ ആയത്തിൽ ഖുൽ അറഅയ്തും, ലൈറ്റ് ലെറ്റർ ആണ്, എന്നാൽ അതിന് തൊട്ടടുത്ത് വരുന്ന റോ ഹെവി ലെറ്റർ ആണ്. അവിടെ റോയിനെ ഹെവി സൗണ്ടിൽ തന്നെ പറയണം. എന്നാൽ എന്നുള്ള അക്ഷരം റോയിന് തൊട്ടു മുമ്പും ശേഷവും അതേ അക്ഷരം തന്നെ വരുന്നു. ആ 2 അക്ഷരങ്ങളും ലൈറ്റ് സൗണ്ടിൽ തന്നെ പറയാനും ശ്രദ്ധിക്കണം. ഖുൽ അറഅയ്തും, അവിടെ മീമുസാക്കിനയിലെ ഇദ്ഗാം ആണ് സംഭവിച്ചിട്ടുള്ളത്. 2 ഹർക്കത്തിന്റെ സമയമെടുത്ത് അവിടെ മണിക്കണം. ഖുൽ അറഅയ്തും മാ തദ്ഊന, അവിടെ ദാലിന് സുക്കൂൻ കൊടുക്കുമ്പോൾ ഖൽഖലയായിട്ട് തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ദ് എന്ന് മുഴുവനായി വ്യക്തമായി ആ അക്ഷരം കേൾക്കണം. അതോടൊപ്പം തന്നെ അവിടെ വന്നിട്ടുള്ള ഐനിന്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കുക. ഊ എന്നുള്ള ദീർഘം സാധാരണ ദീർഘമാണ്, അവിടെ കൂടുതലായി നീട്ടി ഓതാൻ പാടില്ല. ഖുൽ അറഅയ്തും മാ തദ്ഊന, അവിടെ മ എന്നുള്ള ദീർഘവും സാധാരണ ദീർഘമാണ്, അവിടെയും കൂടുതലായി നീട്ടി ഓതാൻ പാടില്ല. 2 ഹർക്കത്ത് മാത്രമേ അവിടെയും ദൈർഘ്യം കൊടുക്കാൻ പാടുള്ളൂ. മിൻ ദൂനി, അവിടെ സുക്കൂനുള്ള നൂനിന്റെ ശബ്ദത്തെ മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം. മിൻ ദൂ, അവിടെ ദൂനില്ലാഹി അറൂനി, അവിടെ അറൂനി, നീ എന്ന ദീർഘം സാധാരണ ദീർഘമാണ്, 2 ഹർക്കത്തിൽ കൂടുതൽ നീട്ടാൻ പാടില്ല. മാദാ ഖലഖൂ, ഇവിടെ എല്ലാം വന്നിട്ടുള്ള ദീർഘം സാധാരണ ദീർഘങ്ങളാണ്, 2 ഹർക്കത്തിൽ കൂടുതൽ ഇവിടെയൊന്നും നീട്ടി ഓതാൻ പാടില്ല. മദ് ത്വബീഇയാണ്. ഹെവി ലെറ്റർ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് തൊട്ടടുത്ത് വരുന്ന ലൈറ്റ് ലെറ്റർ ആണ്. ഓക്കെ. ഖലഖൂ മിനൽ അർദി അം ലഹും, അവിടെ അം അതുപോലെ ലഹും 2 സ്ഥലങ്ങളിൽ സുക്കൂനുള്ള മീം വന്നിരിക്കുന്നു. ഈ സുക്കൂനുള്ള മീമിനെ അവിടെ മണിക്കാൻ പാടില്ല, അവിടെ ആ മീം വ്യക്തമായിട്ട് കേൾക്കണം. അം ലഹും. ഷിർകുൻ, അവിടെ സുക്കൂനുള്ള റോ തർക്കീഖാണ്, അതായത് രാ എന്ന ശബ്ദത്തിലാണ് അവിടെ ഉച്ചരിക്കേണ്ടത്. കാരണം റാഇന് സുക്കൂൻ വന്നിരിക്കുന്നു, തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് കെസ്റയും വന്നിട്ടുണ്ട്. ഷിർ, അവിടെ ഷിർ എന്ന് തഫ്ഖീമായി പോവാതെ ശ്രദ്ധിക്കുക. ഷിർ കോഫി, അവിടെ ഇഖ്ഫ ബിഗുന്നയാണ്. കോഫി, അവിടെ ഫി എന്ന ദീർഘാക്ഷരമാണ്, പക്ഷേ തൊട്ടടുത്ത് ഹംസത്തുൽ വസ്ൽ വന്നതുകൊണ്ട് ചേർത്ത് ഓതുമ്പോൾ അവിടെ ആ ദീർഘം നഷ്ടപ്പെടും. ഫിസ് സമാവാതി, അവിടെ ആ ഭാഗത്ത് നമുക്കൊരു വഖഫിന്റെ അടയാളം കാണാം, ഒരു സ്വാദും ലാമും, സിലി. ഇവിടെ വേണമെങ്കിൽ നമുക്ക് വഖഫ് ചെയ്യാം, അതായത് നിർത്താം. നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും എടുത്തോതേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരൊറ്റ ശ്വാസത്തിൽ ഓതാൻ കഴിയുന്ന ആളാണെങ്കിൽ, ഈ ആയത്ത് ഒറ്റ ശ്വാസത്തിൽ ഓതി തീർക്കാൻ കഴിയുന്ന ആളാണെങ്കിൽ ഇവിടെ ഏറ്റവും ഉത്തമം ചേർത്തോതുന്നത് തന്നെയാണ്. അല്ല എങ്കിൽ നമുക്കവിടെ വഖഫ് ചെയ്യാം.
അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഫിസ്സമാവാത്തി, താഇന് കെസ്റയാണ്, ആ താഇന് സുക്കൂൻ നൽകിക്കൊണ്ടാണ് വഖഫ് ചെയ്യുക. ഇങ്ങനെ താഇന് സുക്കൂൻ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ അക്ഷരം ഖൽഖല ആയി പോകാൻ പാടില്ല. ത് എന്ന് മുഴുവനായി ഫിസ്സമാവാത്ത് മുഴുവനായി കേൾക്കാൻ പാടില്ല. ഫിസ്സമാവാത്ത്. അതേ ആയത്തിൽ അവിടെ നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഓതേണ്ടത് ഈത്തൂനി എന്നാണ്. ഈത്തൂനി. അവിടെ നമുക്ക് ഹംസത്തുൽ വസ്ലാണ് ആദ്യത്തെ അക്ഷരം, തൊട്ടടുത്ത് സുക്കൂനുള്ള ഹംസ കാണാം. അതുകൊണ്ട് തന്നെ അവിടെ ആ ആദ്യത്തിലുള്ള ഹംസത്തുൽ വസ്ൽ അവിടെ ദീർഘമായി മാറും. ഈ എന്ന്. ഈത്തൂനി. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈത്തൂനി. അവിടെ വന്നിട്ടുള്ള ദീർഘങ്ങളെല്ലാം സാധാരണ ദീർഘങ്ങളാണ്. 2 ഹർക്കത്തിൽ കൂടുതൽ നീട്ടാൻ പാടില്ല. ഈത്തൂനി ബി കിതാബിമ്മി. അവിടെ ഇദ്ഗാം ബി ഗുന്നയാണ്. 2 ഹർക്കത്തിന്റെ സമയമെടുത്ത് മണിക്കുക. മിൻ ഖബ്ലി. അവിടെ മിൻ എന്നുള്ള സുക്കൂനുള്ള നൂൻ മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം. മിൻ ഖ. അവിടെ ഖബ്ലി എന്നുള്ളതിലെ ഖാഫ് ഹെവി ലെറ്റർ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ബാഇന് സുക്കൂൻ കൊടുക്കുമ്പോൾ ഖൽഖലയായിട്ട് തന്നെ പറയാനും ശ്രദ്ധിക്കുക. ഖബ്ലി. അതായത് ബ എന്ന് മുഴുവനായി വ്യക്തമായിട്ട് അവിടെ കേൾക്കണം. ഹാദ. അവിടെ ചേർത്തോതുന്ന സമയത്ത് എന്നുള്ള ദീർഘം 2, 4, 5 ഹർക്കത്തിന്റെ സമയമെടുത്ത് നീട്ടി ഓതാം. മദ് മുൻഫസ്സിലാണ്. ഔ അസാറതിമ്മി. തിമ്മി. അവിടെ ഇദ്ഗാം ബി ഗുന്നയാണ്. 2 ഹർക്കത്തിന്റെ സമയമെടുത്ത് മണിക്കാൻ വിട്ടുപോകരുത്. പിന്നെ വരുന്ന മിൻ ഇൽമിൻ. അവിടെ മിൻ സുക്കൂനുള്ള നൂൻ വരുന്നു. അവിടെ ആ സുക്കൂനുള്ള നൂനിനെ വ്യക്തമായിട്ട് കേൾക്കണം. അവിടെ മണിക്കാൻ പാടില്ല. അതുപോലെ ഇൽമിൻ. അവിടെ മിൻ എന്ന തൻവീൻ, മിൻ എന്നുള്ളതിലെ സുക്കൂനുള്ള നൂൻ എന്ന ശബ്ദം അവിടെ വ്യക്തമായിട്ട് കേൾക്കണം. അവിടെയും മണിക്കാൻ പാടില്ല. എന്നാൽ ഇൻ കുൻതും. അവിടെ ഇൻ എന്നുള്ള ഭാഗത്ത് സുക്കൂനുള്ള നൂൻ വന്നിരിക്കുന്നു. കുൻതും അവിടെയും സുക്കൂനുള്ള നൂൻ വന്നിരിക്കുന്നു. ഈ 2 സ്ഥലങ്ങളിലും ഇഖ്ഫ ബി ഗുന്നയാണ്. അതായത് സുക്കൂനുള്ള നൂനിന്റെ ശബ്ദത്തെ മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം. ഇൻ കുൻതും സാദിഖീന. അവിടെ സ ഹെവി ലെറ്റർ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. സീനിലേക്കൊന്നും മാറിപ്പോവാൻ പാടില്ല. അതുപോലെ അവിടെ നൂനിന് സുക്കൂൻ നൽകിക്കൊണ്ട് വഖഫ് ചെയ്യുമ്പോൾ ഖീ എന്നുള്ള ദീർഘം നമുക്കവിടെ 2, 4, 6 ഹർക്കത്തിന്റെ സമയമെടുത്ത് നീട്ടി ഓതാം. മദ് ആരിദാണ്.